ഹായ് ഓൾ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സൈക്കോളജി എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ അണ്ടർ അച്ചീവേഴ്സിനെ കുറിച്ചാണ്. ആൻ അണ്ടർ അച്ചീവർ ഈസ് എ ലേണർ ഹൂസ് അച്ചീവ്മെൻറ്റ് കൺസിസ്റ്റൻ്റ്ലി ഫോൾസ് വെൽ ബിലോ ഹിസ് പൊട്ടൻഷ്യൽ എബിലിറ്റി. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോസസ്സ് അനുസരിച്ച് അല്ലെങ്കിൽ അക്കാഡമിക് പ്രോസസ്സ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ടേമാണ് അണ്ടർ അച്ചീവർ. ഇതിൻ്റെ മലയാള ഭാഷാന്തരം പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തവർ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് താഴെ പോകുന്നവർ എന്നാണ് ഇതിൻ്റെ മലയാളം വാക്ക്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് പറയാം, ഒരു ലേണറിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ അണ്ടർ അച്ചീവർ എന്ന ടേം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അണ്ടർ അച്ചീവർ എന്ന ടേം ഉപയോഗിക്കാൻ കാരണം? ഹൂസ് അച്ചീവ്മെൻറ്റ് കൺസിസ്റ്റൻ്റ്ലി ഫോൾസ് വെൽ ബിലോ ഹിസ് പൊട്ടൻഷ്യൽ എബിലിറ്റി. എന്തൊക്കെയോ കഴിവുകളുണ്ട്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടായിട്ടും ഇന്നേറ്റ് എബിലിറ്റി ഉണ്ടായിട്ടും ആ കുട്ടി അക്കാഡമിക് നിലവാരത്തിൽ താഴെ പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം? അണ്ടർ അച്ചീവർ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ആൻ അണ്ടർ അച്ചീവർ ഈസ് എ പേഴ്സൺ ഹു ഫെയിൽസ് ടു അച്ചീവ് ഹിസ് ഓർ ഹെർ പൊട്ടൻഷ്യൽ ഓർ ഡസ് നോട്ട് ഡു ആസ് വെൽ ആസ് എക്സ്പെക്റ്റഡ് ബൈ ഹിസ് പിയേഴ്സ്. ഉദാഹരണത്തിന്, ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് കളറുകൾ തിരിച്ചറിയാനുള്ള കഴിവ് സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് സൈക്കോളജിസ്റ്റുകൾ പല ടെസ്റ്റുകളിലൂടെ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ 4 വയസ്സുള്ളൊരു കുട്ടിക്ക് കളറുകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടി ഒരു അണ്ടർ അച്ചീവറാണ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അണ്ടർ അച്ചീവേഴ്സിനെ കുറിച്ച് പഠിക്കാം. There are 2 types that is mentioned in our textbook. Number 1 is situational underachievers and number 2 is chronic underachievers. Situational underachievers എന്ന് വെച്ചാൽ, this type of children only achieve on occasions, apparently when the mood takes them. More likely, the refusal to do academic work can be linked up with some emotional crisis that suddenly erupts. അതായത് ഇവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? ഇമോഷണൽ ആസ്പെക്റ്റുമായിട്ട് അഥവാ ഇമോഷണൽ ക്രൈസിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ദാറ്റ് സഡൻലി ഇറപ്റ്റ്സ്. എ റിലേഷൻഷിപ്പ് മേ ബ്രേക്കപ്പ്. ഇത് എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? എ റിലേഷൻഷിപ്പ് മേ ബ്രേക്കപ്പ്, എ ഫാമിലി പ്രോബ്ലം മേ അറൈസ്, എ പേഴ്സണാലിറ്റി ക്ലാഷ് മേ ഡെവലപ്പ് വിത്ത് സ്പെസിഫിക് ടീച്ചർ, എക്സെട്ര. ജനറലി ദീസ് ചിൽഡ്രൻ ഹാവ് few long-term problems if they can get immediate help to overcome their difficulty and their progress at school is closely monitored. ഇവിടെ സിറ്റുവേഷണൽ അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവരെന്ത് ചെയ്യുന്നു? റെഫ്യൂസൽ ടു ഡു ദർ അക്കാഡമിക് വർക്ക്. അതായത് അവരുടെ അക്കാഡമിക് വർക്ക് ചെയ്യാൻ അവർ നിരസിക്കുകയാണ്. അതവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. ഇതെന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? അവരുടെ ഇമോഷണൽ ക്രൈസിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? ദ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാം, ഫാമിലി പ്രോബ്ലംസ് അറൈസ് ചെയ്യാം, പേഴ്സണാലിറ്റി ക്ലാഷ് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് സിറ്റുവേഷണൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരെ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് കഴിഞ്ഞ് അവർക്ക് വേണ്ടുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിറ്റുവേഷണൽ അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞാൽ റെഫ്യൂസൽ ടു ഡു അക്കാഡമിക് വർക്ക്. അവർ അക്കാഡമിക് വർക്ക് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നു. ഇതെന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? അവരുടെ ഇമോഷണൽ ക്രൈസിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇത് ലിങ്ക് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യാം? ഒരുപാട് പ്രോബ്ലംസ്, പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാം, ഫാമിലി പ്രോബ്ലം ഉണ്ടായിരിക്കാം, സ്കൂളുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നു. ഇതിനെയാണ് സിറ്റുവേഷണൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ക്രോണിക് അണ്ടർ അച്ചീവേഴ്സ്. ക്രോണിക് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ, ദിസ് ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് സെൽഡം അച്ചീവ്സ് അപ് ടു ദർ എബിലിറ്റി. Their underachievement is mostly due to physiological or developmental reasons. നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു,
സിറ്റുവേഷണൽ അച്ചീവ്മെൻറ്റിൽ പറഞ്ഞു ഇത് ഇമോഷണൽ ക്രൈസിസുമായിട്ട് നിലകൊള്ളുന്നു. എന്നാൽ ക്രോണിക് അണ്ടർ അച്ചീവ്മെൻറ്റിൽ പറയുന്നത് ഫിസിയോളജിക്കൽ ഓർ ഡെവലപ്മെൻ്റൽ റീസൺസ് ആണ്. ഇങ്ങനെ ഉണ്ടാവുന്നത് മൂലം അവർ എന്ത് കാണിച്ചിരിക്കാം? ഇമോഷണൽ പ്രോബ്ലംസ് കാണിച്ചിരിക്കാം. പക്ഷേ മെയിനായിട്ടുള്ള ക്രോണിക് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഓർ ഡെവലപ്മെൻ്റൽ റീസൺസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവർ കാണിക്കുന്ന സിംറ്റങ്ങൾ എന്തൊക്കെയാണ്? ദേ മേ ബിക്കം അഗ്രസീവ്, giving vent to their frustration by causing trouble, or they become sulky and withdrawn and refuse to develop their talent. Over 80% of identified chronic underachievers are boys. അതായത് ക്രോണിക് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് 80%ഉം ബോയ്സ് ആണ്. പക്ഷേ സിറ്റുവേഷണൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് 50-50 എന്ന ഒരു മാനദണ്ഡത്തിലാണ് സൈക്കോളജിസ്റ്റിൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് സിറ്റുവേഷണൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് ബോയ്സിന് 50%, ഗേൾസിന് 50%. പക്ഷേ ക്രോണിക് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് 80% ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ബോയ്സിലാണ്, ക്രോണിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. സിറ്റുവേഷണൽ അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു? ഇമോഷണൽ ക്രൈസിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ക്രോണിക് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫിസിയോളജിക്കൽ ഓർ ഡെവലപ്മെൻ്റൽ റീസൺ ആണ്. ഇനി സിറ്റുവേഷണൽ അണ്ടർ അച്ചീവ്മെൻറ്റ് 50-50 എന്ന ചാൻസ് കാണുന്നു. പക്ഷേ ക്രോണിക് അച്ചീവേഴ്സ് 80% ബോയ്സിലാണ് കാണുന്നത്. ഇനി നമുക്ക് അണ്ടർ അച്ചീവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ആണ്, ദേ ഷോ എ ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ എബിലിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ് ബിക്കോസ് ദേ ഫെയിൽ ടു വർക്ക് അപ്പ് ടു ദ എബിലിറ്റി ഇൻ സ്കൂൾ സബ്ജക്ട്സ്. അതായത് സ്റ്റുഡൻസ് അവരുടെ സ്കൂൾ സബ്ജക്ട്സിൽ എബിലിറ്റി ഉണ്ടായിട്ടും അവർക്ക് എബിലിറ്റി ഉണ്ട് എന്നുള്ള കഴിവ് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വർക്കൊന്നും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാണ്ടിരിക്കുകയും അതിൽ ഫെയിലാവുകയും ചെയ്യും. അതാണ് ഫസ്റ്റത്തെ പോയിൻ്റ്. പിന്നെ സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ദി പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഈസ് വൺ ഓഫ് ലോ സെൽഫ് എസ്റ്റീം. അതും ഏതാണ്ട് സിമിലർ തന്നെയാണ്. അതായത് സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കും. അതായത് തനിക്ക് ഇത്രയും കഴിവുണ്ട് എന്നുള്ള കാര്യം കുട്ടി തിരിച്ചറിയുന്നില്ല. ദീസ് സ്റ്റുഡൻസ് ഡോണ്ട് ബിലീവ് ദാറ്റ് ദേ ആർ കേപ്പബിൾ ഓഫ് അക്കംപ്ലിഷിങ് വാട്ട് അതേഴ്സ് എക്സ്പെക്റ്റ് ഓഫ് ദം. പിന്നെ ഇവർ സ്ഥിരമായിട്ട് പഠിക്കാനിരിക്കില്ല. പിന്നെ പുതിയ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമില്ല. പിന്നെ സോഷ്യൽ ആൻഡ് ഡിസിപ്ലിനറി പ്രോബ്ലംസ്, ഇതും അണ്ടർ അച്ചീവേഴ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. പിന്നെ ഇവരുടെ സ്കൂളിലെ പെർഫോമൻസ് പുവർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അച്ചീവ്മെൻറ്റ്സും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെറൈറ്റി ഓഫ് ഇമോഷണൽ സിംറ്റംസ് കാണപ്പെടാം. പിന്നെ പല പല ബിഹേവിയറൽ പ്രോബ്ലംസും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡിപ്രഷൻ, വിത്ഡ്രോവൽ, പിന്നെ മോട്ടിവേഷനും കുറവായിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് പല പല ലേണിംഗ് ഡിസബിലിറ്റീസും കാണപ്പെടാറുണ്ട്. ഇതും ഒരു റീസൺ അല്ല, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. പിന്നെ പറയുന്നത് ദേ പൊസസ് ലോ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. അതായത് ഇവർക്ക് ഇവരുടെ പ്രവൃത്തികളിൽ ഒരു വിശ്വാസമില്ല. മറ്റെന്തൊക്കെയോ ഫോഴ്സസ് ആണ് ഇവരെ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫെയിലിയേഴ്സ് കാരണം ഇവർ മറ്റുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് ഈ ഫെയിലിയർ ഉണ്ടായത് എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ദേ ഹാവ് പുവർ ടെസ്റ്റ് റിസൾട്ട്സ് അറ്റ് സ്കൂൾ ആൻഡ് നോ ഹോബീസ് ഓർ ഇൻട്രസ്റ്റ് അറ്റ് ഹോം. സ്കൂളിലായിക്കോട്ടെ അവർക്ക് എക്സാമിനൊക്കെ മാർക്ക് കുറവായിരിക്കും, സ്വാഭാവികം. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ഹോബീസോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ഒന്നിനോടോ ഇല്ല. വീട്ടിലായാലും ഇവർക്ക് എന്ത് കാര്യം ചെയ്യാനും മടിയായിരിക്കും. പിന്നെ പറയുന്നത് ദേ ഹാവ് എ ലോ സെൽഫ് ഇമേജ് ഓഫൺ ഡിസ്പ്ലേയിങ് ഡിസ്ട്രസ്റ്റ്, ഇൻഡിഫറൻസ് ആൻഡ് ലാക്ക് ഓഫ് കൺസേൺ ആൻഡ് ഹോസ്റ്റിലിറ്റി. ഇവർക്ക് സ്വന്തം ഇമേജിനെ കുറിച്ചൊരു ബോധമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തിനോടും ഡിസ്ട്രസ്റ്റ് ആയിരിക്കും. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവണത കാണിക്കും. പിന്നെ ലാക്ക് ഓഫ് കൺസേൺ ആൻഡ് ഹോസ്റ്റിലിറ്റി, ഇതാണ് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. പിന്നെ ഇവർക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ദേ മേ റെഫ്യൂസ് ടു ഡു ഹോം വർക്ക് ഓർ ലീവ് മച്ച് വർക്ക് ഇൻകംപ്ലീറ്റ്.
ഇവർ അന്നന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞ വർക്കൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കും ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ സമയത്ത് തീർക്കുകയുമില്ല, അല്ലെങ്കിൽ ചെയ്യാതെയും വരാം. പിന്നെ ഇവർക്ക് സെൽഫ് കോൺഫിഡൻസും വളരെ കുറവായിരിക്കും. പിന്നെ ലാക്ക് ഓഫ് ഗോൾസ്, ഒരു ലക്ഷ്യബോധം ഉണ്ടാവില്ല. പിന്നെ ഫീലിങ്സ് ഓഫ് ഇൻഫീരിയോറിറ്റി, ഞാൻ ആരുമല്ല എന്നൊരു തോന്നലും ഇവർക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അണ്ടർ അച്ചീവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി നമുക്ക് കോസസ് ഓഫ് അണ്ടർ അച്ചീവ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോസസിലെ ഒന്നാമത്തെ ഫീച്ചറാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ്. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വൽ ഓർ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, കണ്ണ് കാണാൻ പറ്റാത്തതോ അല്ലെ ചെവി കേൾക്കാത്തതോ അങ്ങനെയുള്ള ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിന് നമുക്ക് സാധാരണ മെത്തേഡ്സ് ഉപയോഗിച്ച് ക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. അതിനായിട്ട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള പുതിയ വെറൈറ്റി ഓഫ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള ക്രോണിക് ഇൽനെസ്സൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് കാരണം അണ്ടർ അച്ചീവ്മെൻറ്റ് ഉണ്ടാവാം. പിന്നെ രണ്ടാമത്തത് സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതിൽ പറയുന്നത് പുവർ സെൽഫ് എസ്റ്റീം, അതായത് ആത്മാഭിമാനം വളരെ കുറവായിരിക്കും. പിന്നെ ലോ ലെവൽസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. പിന്നെ ഇന്നബിലിറ്റി ടു പ്രിസേവിയർ. എന്താണ് പ്രിസേവിയറൻസ് എന്ന് പറയുന്നത്? പ്രിസേവിയർ എന്ന് പറഞ്ഞാൽ സഹിച്ചു നിൽക്കുക. ഏതൊരു ചാലഞ്ച് വന്നു കഴിഞ്ഞാലും അതിനെ സഹിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പ്രിസേവിയറൻസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തരുന്ന വർക്കും പഠിക്കാൻ കൊടുക്കുന്ന ടോപ്പിക്സൊക്കെ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കഴിവ് ഇവർക്ക് കുറവായിരിക്കും. അതായത് ഇതിനൊന്നും ഇവർക്ക് സഹിക്കാനുള്ള കഴിവില്ല. പിന്നെ ലാക്ക് ഓഫ് ഗോൾസ്, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഫീലിങ്സ് ഓഫ് ഇൻഫീരിയോറിറ്റി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും അല്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ ലാക്ക് ഓഫ് ബിലീവ് ഇൻ ദി അച്ചീവ്മെൻറ്റ് ഐഡിയോളജി, എനിക്ക് ഈ അച്ചീവ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നൽ. പിന്നെ ലോ അക്കാഡമിക് ആൻഡ് സോഷ്യൽ സെൽഫ് കൺസെപ്റ്റ്സ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു അണ്ടർ അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായ ഫാമിലി റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മിക്ക പാരൻസിനും അവരുടെ കുട്ടി ഒരു അണ്ടർ അച്ചീവർ ആണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുന്നതല്ല. ദിസ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് ലൈക്ക് ഫാമിലി കോൺഫ്ലിക്റ്റ്, low expectations of success in school subjects, emotional disturbance between parent and child, lack of learning facilities in the home. പിന്നെ parental disputes, threatening atmosphere in the family due to authoritarian family leadership, etc. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളർന്ന ഒരു കുട്ടിക്ക് അണ്ടർ അച്ചീവ്മെൻറ്റ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഇവർക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം വളരെ കുറവായിരിക്കും വീട്ടിൽ അറ്റ്മോസ്ഫിയറിൽ. പിന്നെ ഇവർക്ക് ലേണിംഗ് ഫെസിലിറ്റീസൊക്കെ ചില കുട്ടികൾക്ക് വളരെ കുറവായിരിക്കും. ഇതൊക്കെ അണ്ടർ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു കാരണമാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റാണ് എ പുവർ ഫിറ്റ് ബിറ്റ്വീൻ ദി ചൈൽഡ് ആൻഡ് സ്കൂൾ പ്ലേസ്മെൻറ്റ്. അതായത് ഒരു കുട്ടി ഹൈലി ഇൻ്റലിജൻറ്റും നല്ല കഴിവുള്ളൊരു കുട്ടിയുമാണെങ്കിൽ, അക്കാഡമിക്കലി ഒക്കെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും സ്കൂൾ ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേ ഫൈൻഡ് ദ വർക്ക് ടു ഈസി, ബിക്കം ബോർഡ്, ഡെവലപ്പ് പുവർ വർക്ക് ഹാബിറ്റ്സ് ആൻഡ് ഓഫൺ ഹാവ് നെഗറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് സ്കൂൾ. അതായത് ഇവരുടെ കഴിവിനനുസരിച്ചുള്ള പരിശീലനം ഇവർക്ക് സ്കൂൾ കൊടുക്കാതെ വരുമ്പോൾ അണ്ടർ അച്ചീവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ലാസ്റ്റത്തെ പോയിൻ്റാണ് സ്കൂൾ റിലേറ്റഡ് ഫാക്ടേഴ്സ്. അതിൽ പറയുന്നത് ഫാക്ടേഴ്സ് ലൈക്ക് ലെസ് പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻസ്, അതായത് ടീച്ചേഴ്സുമായിട്ട് ഉടക്കൊക്കെ ആയിരിക്കും. പിന്നെ ഹാവിങ് ടു ലിറ്റിൽ ടൈം ടു അണ്ടർസ്റ്റാൻഡ് ദ മെറ്റീരിയൽ, സിലബസ് ഒക്കെ ഒന്ന് പഠിച്ച് വരുമ്പോഴേക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് ക്ലാസ്സൊക്കെ എടുത്തു പോയാൽ ഇങ്ങനെ സംഭവിക്കാം. പിന്നെ പുവർ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻ, അത് ടീച്ചേഴ്സ് വളരെ പുവറായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും അണ്ടർ അച്ചീവ്മെൻ്റ് ഉണ്ടാവാം. പിന്നെ നോട്ട് ഇനഫ് വെറൈറ്റി ഓഫ് അപ്രോച്ച്, പിന്നെ ടീച്ചറുടെ അപ്രോച്ച് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലൊക്കെ ക്ലാസ്സൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കുട്ടികൾക്ക് മോട്ടിവേഷനും കുറവായിരിക്കും.
ഇതൊക്കെ അണ്ടർ അച്ചീവ്മെൻറ്റിൻ്റെ സ്കൂൾ റിലേറ്റഡ് ഫാക്ടേഴ്സാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് എഡ്യൂക്കേഷൻ ഓഫ് അണ്ടർ അച്ചീവേഴ്സ് നോക്കാം. അതായത് എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും എവിടെ നിന്നായാലും ഇവരുടെ അച്ചീവ്മെൻറ്റ് നമുക്ക് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം എന്നത് നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ദി സ്കൂൾ കൗൺസിലർ ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു ഐഡൻറ്റിഫൈ അണ്ടർ അച്ചീവേഴ്സ് അറ്റ് ഏർലി സ്കൂൾ ഇയേഴ്സ്. അതായത് ആരൊക്കെയാണ് ഒരു ക്ലാസ്സിൽ അണ്ടർ അച്ചീവേഴ്സ് എന്ന് കൗൺസിലറായാലും അല്ലെങ്കിൽ ടീച്ചറായാലും ആദ്യം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി അണ്ടർ അച്ചീവേഴ്സ് ആരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള മോട്ടിവേഷനും കൗൺസിലിംഗ് സെഷൻസും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഏർലി സ്റ്റേജസിൽ തന്നെ നമ്മളിത് കണ്ടുപിടിച്ച് കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിളായിരിക്കും. ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസൊക്കെ ലേറ്റർ സ്റ്റേജിൽ വളരെ കുറവായിരിക്കും. സെക്കൻഡ് പോയിൻ്റാണ് സ്പെഷ്യൽ ക്ലാസ് റൂം. ദി സെക്കൻഡ് കാറ്റഗറി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഇൻ്റർവെൻഷൻസ് ഫോക്കസ് ഓൺ സ്പെഷ്യൽ ക്ലാസ് റൂംസ് ഡിസൈൻ ടു ക്രിയേറ്റ് എ മോർ ഫേവറബിൾ എൻവറോൺമെൻറ്റ് ഫോർ ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ്. ആരാണ് ഈ ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട്, പക്ഷേങ്കിൽ അവനത് ഉപയോഗിക്കുന്നില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് ഗിഫ്റ്റഡ് അണ്ടർ അച്ചീവേഴ്സ്. ഇവർക്ക് ഇൻബോണായിട്ട് ടാലൻ്റ് ഉണ്ടാവും, പക്ഷേങ്കിൽ ഇവർ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അവരത് പുറത്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അച്ചീവ്മെൻറ്റ്സ് കഴിവിനനുസരിച്ച് ഇവർക്ക് കിട്ടാതെ പോകുന്നു. ദീസ് ക്ലാസ് റൂംസ് ഹാവ് എ സ്മോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ ആൻഡ് യൂസ് ലെസ് കൺവെൻഷണൽ അപ്രോച്ചസ് ടു ടീച്ചിങ്. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ 50 മുതൽ 100 കുട്ടികളെ വരെ ഉൾപ്പെടുത്താതെ ഒരു ക്ലാസ്സിൽ 20 to 30 എത്ര കുട്ടികൾ കുറയുന്നു അത്രയും നല്ലതാണ്. അവർക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ടീച്ചേഴ്സിന് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ തേർഡ് പോയിൻ്റാണ് അഡ്ജസ്റ്റിംഗ് സ്കൂൾ ആക്ടിവിറ്റീസ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് കരിക്കുലം, അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ നീഡ്സ്, വാരീഡ് ലേണിംഗ് സ്റ്റൈൽ ഓപ്ഷൻസ്, സെറ്റിംഗ് ഗോൾസ് നോട്ട് ഫാർ ഫ്രം സ്റ്റുഡൻ്റ് എബിലിറ്റി എക്സെട്ര. ഇതൊക്കെയാണ് ക്ലാസ് റൂമിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ. ഫ്ലെക്സിബിലിറ്റി ഓഫ് കരിക്കുലം, അതായത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കരിക്കുലത്തിൽ ടീച്ചർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ നീഡ്സ്, ഓരോരുത്തർക്കും അവരുടെ താല്പര്യത്തിന് അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. പിന്നെ വാരീഡ് ലേണിംഗ് സ്റ്റൈൽ ഓപ്ഷൻസ്, കുട്ടികൾക്ക് ഏത് സ്റ്റൈലാണോ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻട്രസ്റ്റിംഗ് എങ്ങനെയൊക്കെ ആക്കാം എന്നുള്ളത് ടീച്ചറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് പോയിൻ്റ് ഇത്രയേ ഉള്ളൂ, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടോപ്പിക്സിലോ കരിക്കുലത്തിലോ അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലിലോ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഫോർത്ത് പോയിൻ്റാണ് ഹോം സ്കൂൾ ഇൻട്രാക്ഷൻസ്. ഇടയ്ക്കിടയ്ക്ക് പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുക. ഇൻവോൾവ് ദ ഫാമിലി ഇൻ എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ സ്കൂൾ. പിന്നെ പാരൻസും ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു കോർഡിനേഷനിൽ പോയിരിക്കണം. എന്നാലേ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ പോയിൻ്റാണ് അൺലേണിംഗ് ഓഫ് അണ്ടർ അച്ചീവ്മെൻറ്റ്. Under achievement is a learned behavior. Thus, it can be unlearned if the appropriate help is provided. ഈ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്ന് ഉള്ളത് പുതിയതായിട്ട് പഠിച്ചൊരു ബിഹേവിയറാണ് കുട്ടി. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, അതിനെ അൺലേൺ ചെയ്യണം. ഈ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്നുള്ളൊരു സബ്ജക്റ്റിനെ നമ്മൾ അൺലേൺ ചെയ്തെടുക്കണം. അപ്രോപ്രിയേറ്റ് ഹെൽപ്പൊക്കെ കൊടുത്തിട്ട് ഇതിനെ ഇല്ലാതാക്കണം. The school psychologist's role is to help identify gifted students who are underachieving. ഈ അണ്ടർ അച്ചീവ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആരാണെന്നുള്ളത് ആദ്യം ആര് കണ്ടുപിടിക്കണം? സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഏത് കാരണത്താലാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടർ മൂലമാണ് ഈ കുട്ടിക്ക് അണ്ടർ അച്ചീവ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ളത് ഈ കൗൺസിലർ കണ്ടുപിടിച്ചിട്ട് ടീച്ചേഴ്സിനും അല്ലെങ്കിൽ പാരൻസിനോടും ഇത് അറിയിക്കണം.
എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും മോട്ടിവേഷനും ഗൈഡൻസൊക്കെ ഈ ടീച്ചേഴ്സും പാരൻസും ഒക്കെയാണ് അതിനനുസരിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈ അണ്ടർ അച്ചീവ്മെൻറ്റിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ എഡ്യൂക്കേഷണൽ കണ്ടൻസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.